ലോകത്തിലെ ഏറ്റവും വലിയ പഴമായ ചക്ക ആദ്യമായി തന്റെ വിപണി മൂല്യം തിരിച്ചറിയുന്ന ഇടമാവുകയാണ് പൊലിമ എന്ന് പേരിട്ടിരിക്കുന്ന കാർഷിക ചക്ക മഹോത്സവമേള. വിഷുക്കാലത്ത് കണിവയ്ക്കാൻ മാത്രം മലയാളി തേടുന്ന ചക്കപ്പഴത്തിന് ഇവിടെ പല രൂപവും രുചിയുമാണ്. ചക്ക വരട്ടിയത്, ചക്ക ചിപ്സ് തുടങ്ങിയ പരിചിതഭാവത്തിന് പുറമെ ചക്ക കൊണ്ട് കേക്ക്, ഹൽവ, ചപ്പാത്തിമാവ്, അച്ചാർ തുടങ്ങി 50-ലേറെയാണ് വിഭവങ്ങൾ. കറിവയ്ക്കാൻ വേണ്ട പച്ചച്ചക്ക ഇപ്പോൾ ഇൻസ്റ്റന്റായി ലഭിക്കും. ചക്കയുടെ വൈവിധ്യവൽക്കരണത്തിൽ ഏറ്റവും പുതിയ വിപണിയാണ് ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം. നല്ല വരവേൽപ്പാണ് ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നത്. കേക്ക് പോകുന്നുണ്ട്, ചമ്മന്തിപ്പൊടി, ഹൽവ, അച്ചാർ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവലോസുണ്ട്, ഉണ്ണിയപ്പം വളരെ പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ തന്നെ പോകുന്ന ഉണ്ണിയപ്പാണ്. മലയാളി ഉപയോഗിക്കാതെ പറമ്പിൽ വീണുപോയി നശിച്ചിരുന്ന ഒരു പഴത്തിന്റെ സാധ്യതകളാണ് ഇവിടെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നബാർഡിന്റെ UPNRM പദ്ധതി അനുസരിച്ചാണ് ചക്കയുടെ പ്രോസസ്സിങ്ങിലേക്ക് അത് പ്രതിവർഷം ലക്ഷക്കണക്കിന് ചക്ക, കോടിക്കണക്കിന് രൂപ വില വരുന്ന ലക്ഷക്കണക്കിന് ചക്ക പാഴായി പോകുന്ന നമ്മുടെ നാട്ടിൽ ചക്കയും ഒരു വരുമാന മാർഗമാക്കി എടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി എടുക്കുക എന്നതാണ്. സീസണിൽ മാത്രം ലഭിക്കുന്ന ചക്ക ശേഖരിച്ച് സംസ്കരിച്ച് ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇടിച്ചക്ക മുതൽ ചക്കപ്പഴം വരെ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. ഒരു വർഷത്തിൽ 60 കോടി രൂപയുടെ വിപണിയാണ് ചക്കയ്ക്കുള്ളതെന്ന് ഏകദേശ കണക്ക്. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇത്തരം മേളകളിലൂടെ കൂടുതൽ ജനകീയമാകുന്നതോടെ വിപണി കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കും. പീപ്പിൾസ് സർവീസ് സൊസൈറ്റി, കൃഷിവകുപ്പ്, നബാർഡ്, ആത്മ എന്നിവരാണ് പാലക്കാട്ടെ ചക്കാന്ത്ര സെന്റ് റാഫേൽ കത്തീഡ്രൽ സ്ക്വയറിൽ നടക്കുന്ന മേളയുടെ സംഘാടകർ. ചക്ക വെറുമൊരു പഴമല്ല, ഇവിടെ സ്മാർട്ട് ഫ്രൂട്ട് എന്നാണ് പുതിയ പേര്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.